നമസ്കാരം. ഹലോ ഡോക്ടറിലേക്ക് സ്വാഗതം. കുട്ടികളിലെ പൊക്കക്കുറവിനെ കുറിച്ചാണ് ഹലോ ഡോക്ടർ ഇന്ന് സംസാരിക്കുന്നത്. പാരമ്പര്യം ഉൾപ്പെടെ പല ഘടകങ്ങളും പൊക്കക്കുറവിന് കാരണമാണ്. പൊക്കമില്ലായ്മയ്ക്ക് പരിഹാരം എന്ത്? ഡോക്ടറോട് ചോദിക്കാം. നമ്മുടെ സംശയങ്ങൾക്ക് ഇന്ന് മറുപടി നൽകുന്നത് തിരുവനന്തപുരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ പീഡിയാട്രിക് വിഭാഗം പ്രൊഫസർ ഡോക്ടർ എസ് ബിന്ദുഷയാണ്. നമസ്കാരം ഡോക്ടർ, സ്വാഗതം. ഡോക്ടർ, വിഷയത്തിലേക്ക് കടക്കുമ്പോൾ ഇന്നത്തെ വിഷയം കുട്ടികളിലെ പൊക്കക്കുറവിനെ കുറിച്ചാണല്ലോ. അപ്പോൾ ഈ കുട്ടികളിൽ പ്രായത്തിനനുസരിച്ച് സാധാരണ രീതിയിൽ പൊക്കം എങ്ങനെയായിരിക്കണം? കുട്ടികൾ ജനിക്കുമ്പോൾ ഒരു കുട്ടിക്ക് സാധാരണഗതിയിൽ 50 സെൻറ്റിമീറ്റർ നീളമാണുള്ളത്. നമ്മൾ സാധാരണഗതിയിൽ ഒരു 2 വയസ്സ് വരെ കുട്ടികളുടെ നീളമാണ് നടക്കുന്നത്. 2 വയസ്സിന് ശേഷം നമുക്ക് കുട്ടി നന്നായിട്ട് നിന്ന് വരുന്ന ഒരു പ്രായമായി കഴിഞ്ഞാൽ പൊക്കം അളക്കാൻ പറ്റും. അപ്പോൾ ജനിച്ച ഒരു കുട്ടിക്ക് 50 സെൻറ്റിമീറ്റർ നീളം എന്നുള്ളത് ഏകദേശം 1 വയസ്സോളം അത് 25 സെൻറ്റിമീറ്ററോളം കൂടി ഒരു 75 സെൻറ്റിമീറ്റർ ആകും. അടുത്ത ഒരു വർഷത്തിൽ അത് 12 മുതൽ 13 സെൻറ്റിമീറ്റർ വരെ കൂടി ഒരു 87-88 സെൻറ്റിമീറ്റർ ആകും. അതിനുശേഷം കുട്ടികളിലെ വളർച്ചാ തോത് ഒന്ന് കുറയും. അപ്പോൾ ആദ്യത്തെ 2 വർഷം കഴിഞ്ഞാൽ പിന്നീട് ഒരു 7-8 സെൻറ്റിമീറ്റർ അടുത്ത 3-ാമത്തെ വർഷത്തിൽ വളരാം. അതിനുശേഷം ഏകദേശം ഒരു 6 സെൻറ്റിമീറ്ററോളമേ കുട്ടി ഒരു വർഷത്തിൽ വളരുള്ളൂ. ഇങ്ങനെ ഇതേ രീതിയിൽ കുഞ്ഞ് ഏകദേശം ഒരു 9 വയസ്സ് 10 വയസ്സ്, അതായത് കുഞ്ഞിൻ്റെ കൗമാരപ്രായത്തിലേക്ക് കുട്ടി കിടക്കുന്നത് വരെ ഇതേ രീതിയിലായിരിക്കും വളരുന്നത്. പ്രായത്തിലേക്ക് കടന്നു കഴിഞ്ഞാൽ കുട്ടികൾ വീണ്ടും പെട്ടെന്ന് പൊക്കം വയ്ക്കുന്ന സ്റ്റേജിലേക്ക് പോവുകയാണ്. ആ പ്രായത്തിൽ പെൺകുട്ടികൾ ഏകദേശം ഒരു 7-8 സെൻറ്റിമീറ്റർ ഓരോ വർഷവും വളരാം. ആൺകുട്ടികൾ ഒരു 10 സെൻറ്റിമീറ്ററൊക്കെ 10-12 വരെ ചില കുട്ടികൾ വളർന്നിരിക്കാം, ഓരോ വർഷവും വളരാം. അങ്ങനെ കൗമാരപ്രായത്തിൻ്റെ അവസാനത്തിലേക്ക് എത്തുമ്പോഴത്തേക്ക് കുട്ടികളുടെ പൊക്കം വയ്ക്കുന്ന ആ ഒരു പ്രകൃതം കംപ്ലീറ്റ് തീരും. കുട്ടികളുടെ എല്ലുകൾ ഫ്യൂസ് ചെയ്യുന്നതനുസരിച്ച് എല്ല് വളർന്ന് അത് ഒട്ടിപ്പോകുന്ന ആ ഒരു പ്രായം എത്തിക്കഴിഞ്ഞാൽ പിന്നീട് കുട്ടികൾക്ക് പൊക്കം വയ്ക്കാൻ പറ്റില്ല. ഇത് ഏകദേശം പെൺകുട്ടികളിൽ ഒരു 14-15 വയസ്സോളവും ആൺകുട്ടികളിൽ ഒരു 18 വയസ്സോളം ആകുമ്പോഴത്തേക്ക് ഈ പൊക്കം വയ്ക്കുന്നത് മിക്കവാറും തീരും. അപ്പോൾ അതിനുശേഷം ഒരു ആൺകുട്ടികൾ ചിലപ്പോൾ 1-2 സെൻറ്റിമീറ്റർ അത്രയൊക്കെ 18 വയസ്സിന് ശേഷം വളരാറുള്ളൂ. പെൺകുട്ടികൾ ഇതുപോലെ 14-15 ശേഷം 2-3 സെൻറ്റിമീറ്ററിൽ കൂടുതൽ വളർച്ച കാണത്തില്ല. അതുകൊണ്ട് തന്നെ ആ കൗമാരപ്രായത്തിലുള്ള വളർച്ച വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതോടെ കുട്ടികളുടെ പൊക്കം വയ്ക്കാനുള്ള ആ ഒരു വിൻഡോ കംപ്ലീറ്റ് ആയിട്ട് അടയുകയാണ് ചെയ്യുന്നത്. ഡോക്ടർ, അതുപോലെ തന്നെ ഇപ്പോൾ ഓരോ പ്രായത്തിലുള്ള ഒരേ കുട്ടികൾ പലപ്പോഴും ഒരേ രീതിയിലായിരിക്കില്ല പൊക്കം വയ്ക്കുന്നത്. അപ്പോൾ ഓരോ പ്രായത്തിലും ഒരു കുട്ടിക്ക് വേണ്ട പൊക്കം എത്രയായിരിക്കും ഡോക്ടർ? ഓരോ പ്രായത്തിലുമുള്ള പൊക്കം പല കാരണങ്ങളെ അനുസരിച്ചിരിക്കും. ഒന്ന് നമ്മുടെ ജനിതകമായ, അതായത് കുട്ടികളുടെ അച്ഛനും അമ്മയ്ക്കും പൊക്കം കുറവാണെങ്കിൽ കുട്ടിക്ക് സ്വാഭാവികമായി പൊക്കം കുറവായിരിക്കും. അതോടൊപ്പം തന്നെ നമ്മൾ ഏത് രാജ്യത്താണുള്ളത് അതനുസരിച്ച്, അതായത് നമ്മൾ ഇന്ത്യൻ കുട്ടികളുടെ പൊക്കം നമ്മൾ യൂറോപ്യൻ കുട്ടികളെ നോക്കിയാലോ ആഫ്രിക്കൻ കുട്ടികളെ നോക്കിയാലോ അത്രയും തന്നെ പൊക്കം കാണില്ല. അപ്പോൾ ഇതൊക്കെ അനുസരിച്ച് നമ്മുടെ ഓരോ കൺട്രിയിലും അല്ലെങ്കിൽ ഓരോ സ്ഥലത്തെ ഓരോ രാജ്യത്തെ കുട്ടികളുടെ വളർച്ചാ രീതി അനുസരിച്ച് ഗ്രോത്ത് ചാർട്ടുകളുണ്ട്. നമ്മുടെ ഇന്ത്യയിൽ ഉപയോഗിക്കുന്ന ഗ്രോത്ത് ചാർട്ട് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് IAP അഥവാ ഇന്ത്യൻ പീഡിയാട്രിക്സിൻ്റെ ഇന്ത്യ അക്കാഡമി ഓഫ് പീഡിയാട്രിക്സിൻ്റെ ഗ്രോത്ത് ചാർട്ടാണ്. അത് പെൺകുട്ടികൾക്കും ആൺകുട്ടികൾക്കും പ്രത്യേകിച്ചുള്ള ഗ്രോത്ത് ചാർട്ടുണ്ട്. ആ ഗ്രോത്ത് ചാർട്ടിൽ നമുക്ക് കുട്ടികളുടെ ഓരോ പ്രായത്തിനനുസരിച്ച് അവർക്ക് എത്ര വരെയാണ് പൊക്കം വേണ്ടത് ആ ഒരു റേഞ്ച് അതിനകത്ത് പല വരകളായി അടയാളപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ കുട്ടിയുടെ പൊക്കം അതിനകത്ത് ഏറ്റവും താഴത്തെ വരെയാണ് 3rd സെൻറ്റൈൽ എന്ന് പറയും. അതായത് നമ്മളിപ്പോൾ ഒരേ പ്രായത്തിലുള്ള 100 കുട്ടികളുടെ പൊക്കം വളർന്നാൽ ആ 3rd സെൻറ്റൈൽ എന്ന് പറയുന്നത് ഏറ്റവും താഴെ നിന്ന് 3ാമത്തെ കുട്ടിയാണ്. അപ്പോൾ അതിന് താഴെയുള്ള ആ 3rd സെൻറ്റൈൽ താഴെയുള്ള കുട്ടികൾക്ക് പൊക്കക്കുറവുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാം. നമ്മുടെ കുട്ടിക്ക് പൊക്കക്കുറവായി തോന്നിയാൽ ഏറ്റവും ആദ്യം ചെയ്യേണ്ടത് ഒരു പീഡിയാട്രിഷ്യനെ കാണിക്കുക തന്നെയാണ്. കാരണം എന്തുകൊണ്ടാണ് ഈ പൊക്കക്കുറവ് എന്ന് മനസ്സിലാക്കിയാൽ മാത്രമേ നമുക്കത് ചികിത്സ വേണ്ടതാണോ വേണ്ടാത്തതാണോ ഏതാണെന്ന് നോക്കി ആവശ്യമുള്ള ചികിത്സ കൊടുക്കാൻ പറ്റൂ. ഈ പറഞ്ഞ ഗ്രോത്ത് ചാർട്ടുകൾ IAPയുടെ ഗ്രോത്ത് ചാർട്ട് ഓൺലൈനായിട്ട് വളരെ ഫ്രീ ആയിട്ട് തന്നെ സൗജന്യമായി ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. അത് മാതാപിതാക്കന്മാർക്ക് അത് ഡൗൺലോഡ് ചെയ്ത് അവരുടെ കുട്ടികളുടെ പൊക്കം അവർക്ക് തന്നെ അടയാളപ്പെടുത്തി നോക്കാവുന്നതാണ്.
അപ്പം പൊക്കം കുറവുണ്ടെങ്കിൽ അത് എത്രയും നേരത്തെ തന്നെ ഒരു ഡോക്ടറെ കാണേണ്ടത് ആവശ്യമാണ്. കാരണം എന്നാൽ മാത്രമേ, അതായത് നമ്മൾ നേരത്തെ സംസാരിച്ചതുപോലെ ഒരു പ്രായം കഴിഞ്ഞാൽ പിന്നെ ചികിത്സിച്ചിട്ട് കാര്യമില്ല. നമുക്കൊരു 15-16 വയസ്സാകുമ്പോൾ കുട്ടിക്ക് പൊക്കം കുറവാണ് എന്ന് തോന്നിയാൽ അത് പിന്നെ ചികിത്സിച്ചിട്ട് പിന്നെ പൊക്കം കൂട്ടാൻ പറ്റില്ല. അതേസമയം ഇത് നേരത്തെ കണ്ടെത്തിയാൽ ഈ പറയുന്ന പൊക്കക്കുറവുണ്ട്, അതിൻ്റെ ഒരു കാരണം നമുക്ക് ചികിത്സിക്കാവുന്ന കാരണം കൊണ്ടുള്ള പൊക്കക്കുറവാണ് എന്നുള്ളത് നേരത്തെ നമ്മളിപ്പോൾ 8-9 വയസ്സിൽ കണ്ടെത്തിയാൽ അത് വീണ്ടും നമുക്ക് ചികിത്സിക്കാനുള്ള ആ ഒരു വിൻഡോ അവിടെയുണ്ട്. നമുക്ക് ചികിത്സിച്ച് പൊക്കം വയ്പ്പിക്കാൻ പറ്റുന്ന അസുഖങ്ങളാണെങ്കിൽ ചികിത്സ ഉള്ളതാണ്. തീർച്ചയായും ഡോക്ടർ ഇപ്പോൾ കുട്ടികളിൽ പൊക്കക്കുറവുണ്ടെങ്കിൽ വളരെ നേരത്തെ തന്നെ പീഡിയാട്രീഷ്യനെ കാണിക്കേണ്ട ആവശ്യകതകളെക്കുറിച്ച് പറഞ്ഞു. അപ്പോൾ ഡോക്ടർ ഇതിനോട് ചേർത്ത് തന്നെ ഒരു സംശയമാണ്, ഈ കുഞ്ഞുങ്ങളുടെ വളർച്ചയുടെ കാര്യത്തിൽ മാതാപിതാക്കൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തെല്ലാമായിരിക്കും? കുഞ്ഞുങ്ങളുടെ വളർച്ച എന്ന് പറയുമ്പോൾ കുഞ്ഞുങ്ങളുടെ ശാരീരികമായ വളർച്ചയുമുണ്ട്, മാനസികമായ വളർച്ചയുമുണ്ട്. അപ്പോൾ കുട്ടി ഹൈറ്റ് വയ്ക്കുന്നു, വെയിറ്റ് വയ്ക്കുന്നു എന്നുള്ളത് തന്നെ, ഹൈറ്റിലും വെയിറ്റിലുമുള്ള വളർച്ച അത് ശാരീരികമായ വളർച്ചയാണ്. മാനസികമായ അല്ലെങ്കിൽ ഡെവലപ്മെൻ്റ് എന്ന് നമ്മൾ പറയും, അതായത് ബ്രെയിൻ വളരുന്നതനുസരിച്ച്, ബ്രെയിൻ്റെ മെച്യൂരിറ്റി വളരുന്നതനുസരിച്ച് കുട്ടികൾക്ക് പുതിയ പുതിയ കാര്യങ്ങൾ ചെയ്യാനുള്ള കഴിവുണ്ടാക്കുന്നു. അതാണ് മാനസികമായ വളർച്ച അല്ലെങ്കിൽ ഡെവലപ്മെൻറ്റ് എന്നാണ് നമ്മൾ സാധാരണഗതിയിൽ പറയുന്നത്. അപ്പോൾ ഈ 2 ആസ്പെക്റ്റും നമ്മൾ പറയാം. പക്ഷേ സാധാരണഗതിയിൽ വളർച്ച എന്ന് പറയുമ്പോൾ അത് ശാരീരിക വളർച്ചയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ശാരീരികമായ വളർച്ച നമുക്ക് വെയിറ്റും നോക്കാം, ഹൈറ്റും നോക്കാം, പൊക്കവും നോക്കാം. പക്ഷേ വെയിറ്റ് ഒരു സാധാരണ രീതിയിൽ ഏത് ഡോക്ടറെ കണ്ടാലും വെയിറ്റ് അഥവാ തൂക്കം പരിശോധിക്കാറുണ്ട്. കുട്ടികളുടെ അംഗൻവാടിയിലോ ഹെൽത്ത് സെൻ്ററുകളിലോ കുത്തിവയ്പ്പിന് കൊണ്ടുപോകുമ്പോഴും ഈ തൂക്കം പരിശോധിക്കാറുണ്ട്. അതൊക്കെ തന്നെ അടയാളപ്പെടുത്താൻ ഈ പറഞ്ഞ ഗ്രോത്ത് ചാർട്ടുകൾ കുട്ടികളുടെ ഇമ്മ്യൂണൈസേഷൻ കാർഡിൻ്റെ കൂടെ തന്നെ ഈ ഗ്രോത്ത് ചാർട്ടുകളുമുണ്ട്. അപ്പോൾ അതിനകത്ത് അടയാളപ്പെടുത്തി നോക്കാം. പക്ഷേ ഈ പൊക്കം എല്ലാവരും പരിശോധിക്കുന്നില്ല എന്നുള്ളതാണ് ഒരു ദുഃഖകരമായ വസ്തുത. ഡോക്ടറെ കാണാൻ പോയാലും സാധാരണ ഒരു അസുഖത്തിന് പോകുമ്പോൾ തൂക്കം മാത്രമേ നോക്കൂ. അതുകൊണ്ട് തന്നെ പൊക്കം കറക്റ്റായിട്ട് നോക്കണം എന്നുള്ളത് മാതാപിതാക്കൾ അറിഞ്ഞിരിക്കണം. 1 വയസ്സിന് താഴെ ഒരു 3 മാസം കൂടുമ്പോഴും അതിനുശേഷം ഒരു 6 മാസത്തിലൊരിക്കലെങ്കിലും കുട്ടിയുടെ പൊക്കം എടുക്കുകയും കുട്ടി ആവശ്യത്തിനനുസരിച്ചുള്ള രീതിയിൽ വളരുന്നു എന്ന് ഉറപ്പാക്കുകയും ചെയ്യേണ്ടതാണ്. ഞാൻ പറഞ്ഞ രീതിയിൽ ആദ്യത്തെ ഒരു വർഷത്തിൽ 25 സെൻറ്റിമീറ്റർ വളരുന്ന കുട്ടി അടുത്ത ഒരു വർഷത്തിൽ 12.5 സെൻറ്റിമീറ്ററേ വളരുള്ളൂ. അതിനുശേഷം കുട്ടിയുടെ വളർച്ചാ തോത് കുറയും. പക്ഷേ എന്നാൽ തന്നെ ഈ കാര്യങ്ങൾ നമുക്ക് പൊക്കം നോക്കി അടയാളപ്പെടുത്താവുന്നതാണ്. ഡോക്ടർ, ഞാനൊന്ന് ഇടപെടുകയാണ്. ഒരു പ്രേക്ഷക സംശയവുമായി ചേരുന്നുണ്ട്. പത്തനംതിട്ടയിൽ നിന്നും ജിനുവാണ്. ജിനു, ഡോക്ടറോട് ചോദിക്കാം. ജിനു ചോദിച്ചോളൂ. ഹലോ 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 പറഞ്ഞോളൂ, കേൾക്കാം. ഡോക്ടറെ, പിന്നെ ഹലോ പറഞ്ഞോളൂ. നമ്മുടെ എൻ്റെ കുഞ്ഞിനെ 110 ഇതേ ഉള്ളു പൊക്കം. എത്രയാണ് വയസ്സ് കുഞ്ഞിന്? കുഞ്ഞിനിപ്പോൾ 8.5 വയസ്സായി. 8.5 വയസ്സായി. ഓക്കെ. ഡോക്ടറെ കാണിച്ചിരുന്നോ കുട്ടിയുടെ? ഇല്ല, നമ്മൾ അംഗൻവാടിയിലൊക്കെ കൊണ്ടുപോകുമ്പോഴും പിന്നെ അല്ലാതെ ഈ തൂക്കം ഉണ്ടല്ലോ, അപ്പൊ ഇങ്ങനെ വെയിറ്റ് ഒക്കെ നോക്കുമായിരുന്നു, വെയിറ്റും ഹൈറ്റും ഒക്കെ നോക്കുമായിരുന്നു. ഓക്കെ. അപ്പം ഇതിന് മുന്നേ എന്തെങ്കിലും പൊക്കം എടുത്തിട്ടുണ്ടോ? ഇപ്പോൾ 8.5 വയസ്സിൽ 110 സെന്റിമീറ്റർ എന്ന് പറയുന്ന പൊക്കം കുറവാണ്. സാധാരണഗതിയിൽ ഒരു 6 വയസ്സുള്ള കുട്ടിക്കാണ് 110 സെന്റിമീറ്റർ കാണുന്നത്. അപ്പൊ 8.5 വയസ്സിൽ 3ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുഞ്ഞാണ്. ക്ലാസ്സിലെ ഏറ്റവും ചെറിയ കുട്ടിയാണോ? ഏറ്റവും എല്ലാരും പറയും കൊച്ചുകുട്ടിയാണ്, 1ാം ക്ലാസ്സിൽ പഠിക്കുന്നതാണെന്നാ പറയുന്നത്. അപ്പം സാധാരണ ഈ പറഞ്ഞ, അതായത് ഒരു ബാക്കി പറഞ്ഞാൽ 8.5 വയസ്സിൽ 110 സെൻറ്റിമീറ്റർ കുറവാണ്. പക്ഷെ അതുകൊണ്ട് മാത്രം നമുക്ക് പറയാൻ പറ്റില്ല. കാരണം അച്ഛൻ്റെയും അമ്മയുടെയും ഹൈറ്റും അതിനകത്തൊരു ഘടകമാണ്. അച്ഛനും അമ്മയ്ക്കും ഹൈറ്റ് ഉള്ളതാണോ? അച്ഛനും അമ്മയ്ക്ക് 6-7 അടി അത്രയൊക്കെ ഉണ്ട്. അപ്പം അച്ഛനും അമ്മയ്ക്കും നല്ല ഹൈറ്റ് ഉള്ളതാണെന്നുണ്ടെങ്കിൽ ഈ പ്രായത്തിൽ 8.5 വയസ്സിൽ 110 സെൻറ്റിമീറ്റർ കുട്ടിക്ക് കുറവാണ്.
അത് ഡോക്ടറെ കാണിച്ച് അതിൻ്റെ കാരണം എന്താണെന്നുള്ളത് ഡോക്ടർ കുറച്ച് പരിശോധനകൾ ചെയ്യും. അതിപ്പോൾ പല കാരണത്താലാവും ആകാം. അപ്പം എല്ലുകൾ വളരുന്നുണ്ടോ എന്നുള്ളതിന് എക്സ്റേ എടുത്ത് നോക്കുകയും ബാക്കി എന്തെങ്കിലും അസുഖം ഉണ്ടോ എന്നുള്ളത് ചെക്കപ്പ് ചെയ്യുകയും ഹോർമോണുകളുടെ പ്രശ്നം ഉണ്ടെന്നതായിട്ട് തോന്നിയാൽ അതിനെ ടെസ്റ്റ് ചെയ്യുകയൊക്കെ ചെയ്യും. ഫുഡൊക്കെ കുറവാണ് കഴിക്കുന്നത്. ഭക്ഷണം കഴിക്കുക. കാരണം ഫുഡ് ആവശ്യത്തിന് കഴിക്കണം, പക്ഷേ ആഹാരക്കുറവ് മാത്രമല്ല പൊക്കം കുറയാൻ കാരണം എന്നുള്ളതും കൂടെ അറിയണം. അപ്പോൾ ആവശ്യത്തിന് ഫുഡ് കഴിക്കുന്നു, അതിൻ്റെ പ്രായത്തിനനുസരിച്ചിട്ടുള്ള ഫുഡ് കഴിക്കുന്നുണ്ട് എന്നുള്ളത് ഉറപ്പാക്കണം. പ്രോട്ടീൻ ഉള്ള ആഹാരങ്ങൾ, അതായത് ഇപ്പം പയറുവർഗ്ഗത്തിൽപ്പെട്ടത്, മീൻ, മുട്ട, ഇറച്ചി മുതലായതിലെല്ലാം പ്രോട്ടീനുണ്ട്. അത് ആഹാരത്തിൽ കൂടുതലായി ഉൾപ്പെടുത്തണം. പിന്നീട് ഇരുമ്പ്, സിങ്ക് അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം തന്നെ നമ്മുടെ പൊക്കം വയ്ക്കുന്നതിന് ആവശ്യമുള്ളതാണ്. അപ്പം മാംസാഹാരങ്ങൾ കഴിക്കുമെങ്കിൽ ഇതെല്ലാം കിട്ടും. സിങ്ക് പ്രത്യേകിച്ചും നട്ട്സ് പോലുള്ള സാധനങ്ങൾ, നട്ട്സിലും കടൽ മത്സ്യങ്ങളിലും അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം തന്നെ സിങ്കും കിട്ടും. അപ്പോൾ ഇതെല്ലാം തന്നെ നമ്മുടെ ആഹാരത്തിൽ ഉൾപ്പെടുത്തണം. പക്ഷേ പോഷകാഹാരം കൊടുക്കാം നോക്കാം എന്ന് മാത്രം വെച്ചിരിക്കാതെ ഈ കുഞ്ഞിനെ ഒന്നൊരു പീഡിയാട്രീഷ്യനെ കാണിച്ച് കുട്ടിക്ക് വേറെ ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലല്ലോ എന്നുള്ള പരിശോധനയൊന്ന് ചെയ്തിരിക്കുന്നത് നല്ലതാണ്. കുട്ടി പല കാരണങ്ങളാൽ പൊക്കം കുറയാം. ചിലരുടെ ഒരു ശാരീരിക പ്രകൃതമായിരിക്കും. അതായത് അവരുടെ അച്ഛനും അമ്മയും ഒക്കെ താമസിച്ചാണ് വളർന്നതെങ്കിൽ കുട്ടിയും താമസിച്ച് വളർന്നെന്നിരിക്കാം. അപ്പം അതുകൊണ്ട് ഒന്ന് പരിശോധിച്ച് കഴിഞ്ഞാൽ അതിനനുസരിച്ച് ചെയ്യാവുന്നതാണ്. ശരി ഡോക്ടർ, ജിനുവിന് വ്യക്തമായി കാണുമെന്ന് കരുതുന്നു. ഡോക്ടർ, പത്തനംതിട്ടയിൽ നിന്ന് മറ്റൊരു പ്രേക്ഷക ചേരുന്നുണ്ട്. ഷീജയാണ്. ഷീജ ഡോക്ടറോട് ചോദിക്കാം. മാഡം പറഞ്ഞോളൂ. ഹലോ മാഡം, എൻ്റെ മകന് 14 വയസ്സാണ്. ഇപ്പോൾ അവന്റെ ഹൈറ്റ് ഇപ്പോൾ 166 ആണ് ഹൈറ്റ്. അപ്പൊ ഫാദറിന്റെ ഹൈറ്റ് 178 ഉണ്ട്, മദറിന്റെ ഹൈറ്റ് 155 ആണ്. അപ്പൊ ഈ കുട്ടി 7th സ്റ്റാൻഡേർഡ് വരെ നല്ല ഉയരമുള്ള ഒരു കുട്ടിയായിരുന്നു. പക്ഷെ ഇപ്പൊ അവന്റെ ഗ്രോത്ത് എന്ന് പറയുമ്പോൾ ഭയങ്കര സ്ലോ ആണ്. ഇപ്പം ഹൈറ്റ് കൂടുന്നതായിട്ട് തോന്നുന്നില്ല. ഈ ഒരു 166 എത്തിയിട്ട് ഇപ്പൊ കുറെ നാളായി ഞങ്ങളിങ്ങനെ മെഷർമെന്റ് എടുക്കുന്നുണ്ട്. അപ്പൊ ഒരു 6 മന്ത് ആയിട്ട് ഒരു 8 മന്ത് ആയിട്ട് ഇതേപോലെ കണ്ടിന്യൂ ചെയ്ത് പോന്നേ ഉള്ളൂ. ഹൈറ്റ് കൂടുന്നില്ല. അതിന് മുന്നേയുള്ള വർഷങ്ങളിൽ എത്ര വെച്ച് കൂടിയിരുന്നു? മുന്നേ ഉള്ള വർഷങ്ങളിൽ ഞാൻ ചെക്ക് ചെയ്തിട്ടില്ല. കാരണം ഇപ്പൊ ഈ അടുത്തായിട്ട് ക്ലാസ്സിലെ കുട്ടികളൊക്കെ ഇവനെക്കാട്ടിലും ഹൈറ്റ് ആയി, ഈ ആള് മാത്രം വളരുന്നില്ല എന്നൊരു തോന്നൽ വന്നപ്പോഴാണ് മെഷർമെന്റ് എടുക്കാൻ തുടങ്ങിയത്. ഓക്കെ, ശരി. അത് പല കാരണങ്ങളാലാകാം. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഈ കൗമാരപ്രായത്തിലാണ് രണ്ടാമത്തെ വളർച്ച കുട്ടികൾക്ക് ഉണ്ടാകുന്നത്. കൗമാരപ്രായത്തിലേക്ക് പല കുട്ടികളും പല സമയത്തായിരിക്കും കിടക്കുന്നത്. ചില കുട്ടികൾക്ക് ഈ പ്യൂബർട്ടി അഥവാ കൗമാരത്തിലേക്ക് കിടക്കുന്നത് കുറച്ച് നേരത്തെ സംഭവിക്കുകയും ആ കുട്ടികൾ ആദ്യം പെട്ടെന്ന് വളരുകയും പിന്നെ അവരുടെ വളർച്ച അതോടെ അങ്ങ് പൂർണ്ണമാവുകയും ചെയ്യും. ചില കുട്ടികൾ അങ്ങനെയല്ല, പ്രത്യേകിച്ചും ആൺകുട്ടികൾ. ചില കുട്ടികൾക്ക് ഒരു 14-15 വയസ്സ് വരെയൊക്കെ ഇങ്ങനെ പോയിട്ട് അതിന് ശേഷമായിരിക്കാം പെട്ടെന്ന് പൊക്കം വയ്ക്കുന്ന രീതിയിലേക്ക് കടക്കുന്നത്. അപ്പം അത് ഒരു കാരണമാകാം. അതായത് അവൻ്റെ ഒരു ശരീര പ്രകൃതം അനുസരിച്ച് അവൻ്റെ പ്യൂബർട്ടി അല്ലെങ്കിൽ കൗമാരപ്രായം കുറച്ചും കൂടി താമസിച്ച് വന്നതായിരിക്കാം. ഈ പറഞ്ഞതനുസരിച്ച് അച്ഛന് നല്ല പൊക്കമുണ്ട്, അമ്മയ്ക്കും അത്യാവശ്യം വേണ്ട പൊക്കമുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് പാരമ്പര്യമായി കുട്ടിക്ക് ആവശ്യമുള്ള പൊക്കം വരേണ്ടതാണ്. സാധാരണഗതിയിൽ അച്ഛൻ്റെയും അമ്മയുടെയും ഒരു ആവറേജ് ഹൈറ്റ്, ഇപ്പം 178ൻ്റെയും 155ൻ്റെയും ആവറേജ് ഹൈറ്റ് എന്ന് വെച്ചാൽ ഏകദേശം 165 സെൻറ്റിമീറ്റർ മുകളിൽ വരും. അപ്പോൾ അതിനേക്കാളും ഒരു 6.5 സെൻറ്റിമീറ്ററൂടെ കൂടുതൽ, ഇതൊരു ആൺകുട്ടിയാണല്ലോ, ഒരു 170 സെൻറ്റിമീറ്ററിന് മുകളിൽ പൊക്കം വരേണ്ട കുട്ടിയാണ്. അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് അച്ഛന് ഇത്രയും 178 സെൻറ്റിമീറ്റർ ഹൈറ്റ് ഉണ്ടെങ്കിലും അച്ഛനോട് ചോദിച്ചു നോക്കാം, അച്ഛൻ ഇങ്ങനെ താമസിച്ചാണോ ഹൈറ്റ് വച്ചത് എന്നുള്ളത്. അങ്ങനെയുണ്ടെങ്കിൽ ചിലപ്പം നമ്മുടെ കുഞ്ഞിനും കുറച്ചുകൂടെ താമസിച്ചായിരിക്കാം കൗമാരത്തിലേക്ക് കടക്കാൻ പോകുന്നത്. അങ്ങനെയാണെങ്കിൽ വെയിറ്റ് ചെയ്യാം. എന്നാലും ഒന്ന് ഡോക്ടറെ കാണിച്ച് വേറെ ബുദ്ധിമുട്ടുകളില്ലല്ലോ എന്നുള്ളത് നോക്കുക. കാരണം ചില ഹോർമോൺ കുറവുകളുമൊക്കെ ഈ പ്രായത്തിലായിരിക്കാം കാണാവുന്നത്, തൈറോയിഡ് പോലുള്ള ബുദ്ധിമുട്ടുകൾ. അപ്പോൾ അതൊന്ന് നോക്കാം. പക്ഷേ 166 സെൻറ്റിമീറ്റർ വളരെ വലിയ കുഴപ്പമില്ലാത്തൊരു പൊക്കം കുട്ടിക്ക് ഈ പ്രായത്തിലുണ്ട്. അപ്പോൾ കൗമാരത്തിൽ ബാക്കി ഹൈറ്റും കൂടെ അവൻ വയ്ക്കാനുള്ള സാധ്യത കൂടുതലാണ്. എന്നാലും എൻ്റെ അഭിപ്രായത്തിൽ ഒന്ന് ഡോക്ടറെ കാണിച്ച് ഒന്ന് പരിശോധിക്കുന്നത് നല്ലതായിരിക്കും.
വിളിച്ച പ്രേക്ഷക സൂചിപ്പിച്ച ഒരു കാര്യമുണ്ട്. ഒരു 6-7 ക്ലാസ് വരെ കുട്ടിക്ക് നല്ല രീതിയിൽ ഉയരം വെക്കുന്നുണ്ടായിരുന്നു. എന്നാൽ അതിനുശേഷമാണ് പൊക്കക്കുറവ് മറ്റ് ക്ലാസ്സിലെ മറ്റു കുട്ടികളിൽ നിന്ന് നോക്കുമ്പോൾ പൊക്കക്കുറവ് അനുഭവപ്പെട്ടു തുടങ്ങിയതെന്ന്. അപ്പോൾ ഡോക്ടറെ, കുട്ടിക്ക് പൊക്കം കുറവാണെന്ന് നമുക്ക് എങ്ങനെയാണ് മനസ്സിലാക്കാൻ സാധിക്കുക? ഇപ്പോൾ ക്ലാസ്സിലെ മറ്റു കുട്ടികൾക്ക് ഉയരം ഉണ്ടെന്നുള്ളത് കൊണ്ട് നമ്മുടെ കുട്ടിക്ക് പൊക്കം കുറവാണെന്നുള്ളതാണോ? ക്ലാസ്സിലെ മറ്റു കുട്ടികളെക്കാളും പൊക്കം കുറവ് എന്നുള്ളത് നമ്മളെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. കാരണം ക്ലാസ്സിലുള്ള എല്ലാ കുട്ടികളെല്ലാം തന്നെ ഒരേ പ്രായത്തിലുള്ളതാണല്ലോ. അപ്പോൾ നമ്മുടെ കുട്ടിക്ക് ക്ലാസ്സിലെ മറ്റു കുട്ടികളെക്കാളും പൊക്കം കുറവ് എന്ന് പറഞ്ഞാൽ ആ പ്രായത്തിലുള്ള മറ്റു കുട്ടികളെക്കാളും പൊക്കം കുറവാണ് എന്നാണ് നമ്മൾ അപ്പോൾ മനസ്സിലാക്കേണ്ടത്. പക്ഷേ അതുകൊണ്ട് മാത്രമല്ല, നമ്മൾ നേരത്തെ സംസാരിച്ചതുപോലെ കുട്ടിയുടെ ഹൈറ്റ് എടുക്കുകയും ആ ഹൈറ്റ് ഗ്രോത്ത് ചാർട്ടിൽ മാർക്ക് ചെയ്യുകയും ചെയ്ത് നോക്കിയാൽ നമുക്ക് പൊക്കം കുറവാണോ എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റും. അതോടൊപ്പം തന്നെ നേരത്തെ പറഞ്ഞതുപോലെ പാരമ്പര്യവും ഒരു ഘടകം തന്നെയാണ്. അച്ഛനും അമ്മയ്ക്കും ഹൈറ്റുള്ളൊരു കുട്ടിയാണെങ്കിൽ ആ കുട്ടിക്ക് ക്ലാസ്സിലെ കുട്ടികളെക്കാൾ ഹൈറ്റ് കുറവ് എന്നുള്ളത് നമ്മളൊന്ന് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അതൊരു അസുഖമാണെന്ന് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റത്തില്ല. അതും എന്തെങ്കിലും ഒരു അസുഖം കാരണം കൊണ്ടുള്ള പൊക്കം കുറവാണെന്നും പറയാൻ പറ്റത്തില്ല. കാരണം പല രീതിയിലുള്ള പൊക്കക്കുറവുണ്ട്. നമ്മൾ നേരത്തെ സംസാരിച്ച ഒരു കാര്യം, കുട്ടികളുടെ കൗമാരം താമസിക്കുന്നുണ്ടാവാം. അത് അവരുടെ ശരീരപ്രകൃതി അങ്ങനെയാകാം. ചില കുട്ടികൾ കുറച്ച് താമസിച്ചേ വളരുള്ളൂ. അവരുടെ ഹൈറ്റ് വെക്കുന്ന കുറച്ച് താമസമായിരിക്കാം. കുട്ടികൾ ക്ലാസ്സിലെ മറ്റു കുട്ടികളെക്കാളും പൊക്കം താമസിച്ചായിരിക്കാം. പക്ഷേ അവർക്ക് ഈ കൗമാരം താമസിക്കുന്നത് കൊണ്ട് തന്നെ അവർക്ക് കുറച്ചും കൂടി സമയം വളരാൻ കിട്ടും. അപ്പോൾ സാധാരണ ഒരു കുട്ടി 17-18 വയസ്സിൽ ഗ്രോത്ത് കംപ്ലീറ്റ് ചെയ്യുന്നെങ്കിൽ ഈ കുട്ടിക്ക് ചിലപ്പോൾ ഒരു 1-2 വർഷം കൂടി വളരാനുള്ള സമയം കിട്ടുകയും അങ്ങനെ അവരുടെ ഹൈറ്റ് നോർമലാവുകയും ചെയ്യാം. പക്ഷേ എന്ന് പറഞ്ഞ് നമ്മൾ എല്ലാ കുട്ടികളെയും ഇങ്ങനെ വളരും എന്നുള്ള രീതിയിൽ തള്ളിക്കളയാനാവില്ല. കുട്ടികൾക്ക് ഹൈറ്റ് കുറവാണെങ്കിൽ അതിന് വേണ്ടിയുള്ള ആദ്യത്തെ ടെസ്റ്റുകൾ നമുക്ക് ചെയ്യേണ്ടതാണ്. അതിൻ്റെ ആദ്യത്തെ പരിശോധനയായിട്ട് ഡോക്ടർമാർ സാധാരണ ചെയ്യുന്നത് കുട്ടിയുടെ എല്ലിൻ്റെ വളർച്ച നോക്കുകയാണ്. അപ്പോൾ എല്ല് വളരുന്നത് ഇപ്പം സപ്പോസ് ഈ ഒരു കുട്ടിക്ക്, ഈ പറഞ്ഞ 16 വയസ്സുള്ളൊരു കുട്ടിക്ക് എല്ലിൻ്റെ എക്സ്റേ എടുത്ത് നോക്കിയാൽ, നമ്മുടെ കൈയുടെ ഒരു എക്സ്റേ എടുത്ത് നോക്കിയാൽ എല്ലിൻ്റെ വളർച്ച അറിയാം. അപ്പോൾ അവൻ്റെ എല്ലിൻ്റെ വളർച്ച ഈ 13-14 വയസ്സിൻ്റെ ഉള്ളൂ എന്നാണെങ്കിൽ നമുക്ക് വെയിറ്റ് ചെയ്യാൻ പറ്റും. പക്ഷേ വേറെ അസുഖങ്ങളില്ല എന്നുള്ളതോടെ അറിയണം. ചില ഹോർമോണുകളുടെ കുറവ്, അതായത് തൈറോയിഡ് ഹോർമോൺ കുറവ്, ഗ്രോത്ത് ഹോർമോൺ കുറവ്, ഇവയൊക്കെ തന്നെ എല്ലിൻ്റെ വളർച്ചയെ ബാധിക്കാം. അതുകൊണ്ട് തന്നെ ഡോക്ടറെ കാണേണ്ടത് വളരെ അത്യാവശ്യമാണ്. ശാരീരികമായ ചില അസുഖങ്ങൾ, ചിലപ്പോൾ ഹൃദയത്തിനോ ശ്വാസകോശത്തിനോ കിഡ്നിക്കോ ഒക്കെ ഉള്ള അസുഖങ്ങളും വളർച്ചയെ ബാധിക്കാവുന്നതാണ്. ചില അസുഖങ്ങൾ എല്ലുകളുടെ വളർച്ചയെ ബാധിക്കുന്ന ചില അസുഖങ്ങളുണ്ട്. അതും പൊക്കക്കുറവിന് കാരണമായേക്കാം. പിന്നീട് നേരത്തെ പറഞ്ഞതുപോലെ മാൽന്യൂട്രീഷൻ, അതായത് ആവശ്യത്തിന് പോഷകാഹാരം കഴിച്ചില്ലെങ്കിലും അത് വളർച്ചയെ ബാധിക്കാം. അതുകൊണ്ട് തന്നെ എല്ലാം ഒരു അത്യാവശ്യമുള്ള പരിശോധനകൾ നടത്തി വേറെ അസുഖമില്ല എന്നുള്ളത് ഉറപ്പാക്കുന്നത് എപ്പോഴും നല്ലതാണ്. വ്യക്തമാണ് ഡോക്ടർ. ഇപ്പോൾ ആലപ്പുഴയിൽ നിന്ന് പ്രശോഭ ചേരുന്നുണ്ട് സംശയവുമായി. പ്രശോഭ, ഡോക്ടറോട് ചോദിക്കാം. ഹലോ മാഡം. ഹലോ, പറഞ്ഞോളൂ. എന്റെ മോന് 14 വയസ്സുണ്ട്. 9ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. ഓക്കെ. അപ്പൊ അവന് ക്ലാസ്സിലെ കുട്ടികളെ വെച്ച് ഒത്തിരി പൊക്കം കുറവാണ്. എത്ര പൊക്കം ഉണ്ട് മോന്? മോൻ ഇപ്പൊ 152 സെന്റിമീറ്റർ. അച്ഛനും അമ്മയ്ക്കും ഒക്കെ പൊക്കമുള്ളതാണോ? ആണ്. അച്ഛൻ എത്ര പൊക്കമുണ്ട്? ഹലോ. ഹലോ മാഡം. അല്ല, അച്ഛൻ എത്ര പൊക്കമുണ്ടെന്ന് അറിയാമോ? അച്ഛന് 180 സെന്റിമീറ്റർ. 180 സെന്റിമീറ്റർ ഉണ്ട്. അമ്മയ്ക്കോ? അമ്മയ്ക്ക് 168 സെന്റിമീറ്റർ. അപ്പൊ രണ്ടാൾക്കും നല്ല പൊക്കമുള്ള മാതാപിതാക്കളാണ് അല്ലേ? രണ്ടാൾക്കും നല്ല പൊക്കമുള്ള മാതാപിതാക്കളാവുമ്പോൾ നമ്മുടെ കുഞ്ഞിനും പൊക്കം വരേണ്ടത് തന്നെയാണ്. അപ്പോൾ ആ കുട്ടി നമ്മുടെ ക്ലാസ്സിലുള്ള മറ്റു കുട്ടികളെ അപേക്ഷിച്ചിട്ട് പൊക്കം കുറവാണെന്നുണ്ടെങ്കിൽ ഒന്ന് ഡോക്ടറെ കാണിച്ചോളൂ. അപ്പോൾ ഈ നമ്മൾ നേരത്തെ സംസാരിച്ചതുപോലെ ശാരീരിക പ്രകൃതിയാണെങ്കിൽ അവൻ കുറച്ച് കഴിയുമ്പോൾ അവന് ഹൈറ്റ് വയ്ക്കാം. പക്ഷെ എന്നാലും 14 വയസ്സായല്ലോ. അപ്പോൾ അതുകൊണ്ട് ഒന്ന് ഡോക്ടറെ കാണിച്ച് വേറെ പ്രോബ്ലങ്ങളൊന്നും ഇല്ലല്ലോ എന്ന് നോക്കുന്നത് നന്നായിരിക്കും. വേറെ എന്താ ചോദിക്കാമെന്നേ? ഹലോ, അവന്റെ ചേട്ടനുണ്ട്. ചേട്ടന് ഒരു 10ാം ക്ലാസ് വരെ ക്ലാസ്സിലെ കുട്ടികൾ അത്രയും പൊക്കമില്ലായിരുന്നു.
പക്ഷെ ഇപ്പൊ അവന് തരമിന് നല്ല പൊക്കം വെച്ചു. നല്ല അപ്പൊ height ഇവന്റെ വന്നു, കാര്യം അല്ലേ? അങ്ങനെയാണെന്ന് വെച്ച് വെയിറ്റ് ചെയ്യുക. അപ്പം അത് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ മോനും അതുപോലെ തന്നെ വളരാനുള്ള സാധ്യത കൂടുതലാണ്. നമ്മൾ ഈ പറഞ്ഞ ശരീരപ്രകൃതി അനുസരിച്ച് വളരും എന്ന് പറയുന്ന, അതായത് കോൺസ്റ്റിറ്റ്യൂഷണൽ ഡിലേ എന്നാണ് ഞങ്ങൾ പറയുന്നത്. ആ ഒരു കണ്ടീഷൻ അത് പാരമ്പര്യമായിട്ടുള്ളതാണ്. അപ്പോൾ അവൻ്റെ മൂത്തയാൾ ഇങ്ങനെയായിരുന്നു, 10ാം ക്ലാസ് കഴിഞ്ഞാണ് പൊക്കം വെച്ചതെങ്കിൽ ഇവനും 10ാം ക്ലാസ് കഴിഞ്ഞ് പൊക്കം വയ്ക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പം അങ്ങനെ ആയിരിക്കാനാണ് ഏറ്റവും സാധ്യതയുള്ളത്. പക്ഷെ ഒന്ന് ഡോക്ടറെ കാണിക്കാൻ പറഞ്ഞത് വേറെ അസുഖങ്ങളൊന്നും ഇല്ലല്ലോ എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അല്ല, താങ്കളുടെ ആ പറഞ്ഞ ഹിസ്റ്ററി അനുസരിച്ച്, അതായത് മൂത്തയാളുടെ പൊക്കം വെച്ച ആ ഒരു സമയവുമൊക്കെ അനുസരിച്ച് ഈ മോനും ഒരു 10 ക്ലാസ് കഴിയുമ്പോൾ 10ാം ക്ലാസ് ആകുമ്പോഴത്തേക്ക് ഒരു 15 വയസ്സില്ലേ, ആ സമയത്തായിരിക്കാം മൂത്ത കുട്ടി കൗമാരപ്രായത്തിലേക്ക് പോയത്. അങ്ങനെയാണെങ്കിൽ ഈ കുട്ടിയും ആ സമയത്ത് ഈ കൗമാരപ്രായത്തിലേക്ക് പോകും എന്നുള്ളത് തന്നെ നമുക്ക് വിചാരിക്കാം. ഡോക്ടർ, അതുപോലെ തന്നെ ഇത്തരത്തിൽ ഈ പൊക്കക്കുറവിന് ഡോക്ടറെ കാണിച്ചു കഴിഞ്ഞാലുള്ള ചികിത്സകൾ ഏത് തരത്തിലായിരിക്കും? ചികിത്സകൾ എന്താണ് കാരണം എന്നുള്ളതനുസരിച്ചിരിക്കും. അപ്പം ഡോക്ടറെ കാണിച്ചാൽ ഡോക്ടർ ആദ്യം ചെയ്യുന്നത് ചികിത്സിക്കാൻ പറ്റുന്ന അസുഖങ്ങളുണ്ടോ എന്നുള്ളത് നോക്കുകയാണ്. അപ്പം നമ്മൾ നേരത്തെ സംസാരിച്ചതുപോലെ ഗ്രോത്ത് ചാർട്ടിൽ പ്ലോട്ട് ചെയ്ത് അയാളുടെ കുട്ടിയുടെ പൊക്കം കുറവാണ് എന്ന് കണ്ടു കഴിഞ്ഞാൽ അടുത്തതായി നോക്കുന്ന എല്ലുകൾ ആവശ്യത്തിന് വളരുന്ന ഒന്നാണ്. അപ്പോൾ എല്ലുകളുടെ വളർച്ച വളരെ കുറവാണ്. ഇപ്പം ഒരു 10 വയസ്സുള്ള കുട്ടിയുടെ എല്ലിൻ്റെ എക്സ്റേ എടുത്ത് നോക്കുമ്പോൾ അതൊരു 7-8 വയസ്സ് അതിന് കുറവേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ ഹോർമോണുകളുടെ കുറവ് കാരണമാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അങ്ങനെയാണെങ്കിൽ ഹോർമോൺ പരിശോധനയിലേക്ക് പോകണം. പക്ഷേ അതോടൊപ്പം തന്നെ വേറെ അസുഖങ്ങളൊന്നും, വിളർച്ചയുണ്ടെങ്കിൽ കുട്ടിക്ക് ഹൈറ്റ് കുറവായിരിക്കാം, അപ്പം വിളർച്ചയുണ്ടോ, കിഡ്നിയുടെ പ്രവർത്തനത്തിന് പ്രശ്നമുണ്ടോ, അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യും. പിന്നീട് കുട്ടിയെ പരിശോധിക്കുമ്പോൾ ചില ശാരീരികമായ വ്യത്യാസങ്ങൾ കാണുന്നുണ്ടെങ്കിൽ അത് ചില ക്രോമസോം കാരണമുള്ള അസുഖങ്ങളുമാകാം. പ്രത്യേകിച്ചും പെൺകുട്ടികളിൽ കാണാവുന്ന ടേണർ സിൻഡ്രോം എന്നുള്ള ഒരു അസുഖമുണ്ട്. ഡോക്ടർ, ഞാനൊന്ന് ഇടപെടുകയാണ്. ഒരു പ്രേക്ഷക ചേരുന്നുണ്ട്, പട്ടാമ്പിയിൽ നിന്ന് മുബഷിറയാണ്. മുബഷിറ, ഡോക്ടറോട് ചോദിക്കാം. ഹലോ, പറഞ്ഞോളൂ. ഡോക്ടർ, എന്റെ മോള് ഞങ്ങള് ഉപ്പിമ്മയൊക്കെ നല്ല ഹൈറ്റ് ഇല്ല ആൾ തന്നെയാണ്. അപ്പൊ ഞങ്ങള് ഉപ്പ 5.5 അടി ഉണ്ട്, ഞാൻ 5 അടി ഉണ്ട്. മോള് ഇപ്പൊ 11 വയസ്സ് കഴിഞ്ഞു, 12ാമത്തെ വയസ്സ് ഏപ്രിൽക്കാവും. അപ്പൊ ഇപ്പൊ നീളം വളരെ കുറവാണ്. അപ്പൊ അതിനിപ്പോ എന്താ ചെയ്യാ? എത്ര ഹൈറ്റ് ഉണ്ട് കുട്ടിക്ക്? കുട്ടിക്ക് ഒരു 129 ആ ലെവലിലാണ്. 129 സെന്റിമീറ്റർ, 12 വയസ്സുള്ള കുട്ടി. 12 വയസ്സായോ കുഞ്ഞിനെ? ഏപ്രിൽക്കാവും. കുട്ടി കൗമാരത്തിലേക്ക് കടന്നതിന്റെ വേറെ ലക്ഷണങ്ങൾ വല്ലതും കാണിക്കുന്നുണ്ടോ? ബ്രസ്റ്റ് ഡെവലപ്മെന്റും മെൻസസും അങ്ങനെയുള്ള ലക്ഷണങ്ങളുണ്ടോ? ഇല്ല, അതൊന്നും ആയിട്ടില്ല. ഇല്ല. ശരി. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കുട്ടി കൗമാരത്തിലേക്ക് കടന്നിട്ടില്ല. 12 വയസ്സായല്ലോ കുഞ്ഞിന്. എനിക്ക് തോന്നുന്നു കുട്ടിക്ക് ഹൈറ്റ് കുറവും ഇതും പൊതുവേ തന്നെ ഹൈറ്റ് കുറഞ്ഞ പേരൻസുമാണ് അല്ലേ? രണ്ടാൾക്കും 5 അടി എന്ന് പറഞ്ഞാൽ 150 സെന്റിമീറ്റർ അല്ലേ അമ്മയുടെ ഹൈറ്റ് പറഞ്ഞത്? 158 ഒക്കെ ഉണ്ട്. 58. അച്ഛന്? അച്ഛന് 165. ഓക്കെ, കുഴപ്പമില്ല. അപ്പൊ അത്യാവശ്യം ഹൈറ്റ് ഉള്ള പേരൻസ് തന്നെയാണ് അല്ലേ? അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കുഞ്ഞിനെ ഒന്ന് ഡോക്ടറെ കാണിച്ച് ചെക്കപ്പ് ചെയ്യുന്നത് വളരെ നന്നായിരിക്കും. കുട്ടി കൗമാരത്തിലേക്ക് കടന്ന ലക്ഷണങ്ങളില്ല എന്നാണ് അമ്മ പറഞ്ഞതെന്ന് മനസ്സിലായത്. സാധാരണഗതിയിൽ കുട്ടികൾ പെട്ടെന്ന് ഹൈറ്റ് വയ്ക്കുന്നത് കൗമാരത്തിലേക്ക് കടക്കുമ്പോഴാണ്. അപ്പോൾ ആ ഒരു കടന്ന ലക്ഷണങ്ങളില്ലാത്തത് കൊണ്ട് 2 കാര്യങ്ങൾ. ഒന്ന്, നമുക്ക് ഇനിയും വളരാനുള്ളൊരു വിൻഡോ അവിടെയുണ്ട്. കുട്ടി സാധാരണഗതിയിൽ പെൺകുട്ടികൾ മെൻസസ് തുടങ്ങി ഒരു 6 മാസം 1 വർഷം വരെയൊക്കെ ഹൈറ്റ് വയ്ക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് വളരാനുള്ളൊരു വിൻഡോ അല്ലെങ്കിൽ സാധ്യത അവിടെ ഉണ്ട്. അതുകൊണ്ട് തന്നെ കുട്ടിയെ ഒന്ന് ഡോക്ടറെ കാണിച്ച് വേറെ എന്തെങ്കിലും ചികിത്സിക്കത്തക്ക വിധത്തിൽ അസുഖങ്ങളുണ്ടോ എന്നുള്ളത് നോക്കുന്നത് നന്നായിരിക്കും. അതും ഇപ്പം തന്നെ കാണിക്കുന്നതാണ് നല്ലത്. ഇനി ഒരു 2-3 വർഷം കഴിഞ്ഞാൽ നമുക്ക് പിന്നീട് വലിയൊരു സമയം ചികിത്സിക്കാൻ കിട്ടില്ല. തീർച്ചയായും ഡോക്ടർ, അതുപോലെ തന്നെ ഈ വളർച്ചയ്ക്കും അല്ലെങ്കിൽ ഈ പൊക്കക്കുറവിനുമെല്ലാം നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തെല്ലാമായിരിക്കും? ഈ വ്യായാമം അല്ലെങ്കിൽ കൃത്യമായ ഭക്ഷണക്രമം, അത്തരത്തിലുള്ള കാര്യങ്ങൾ. കൃത്യമായ ഭക്ഷണക്രമം വളരുന്നതിന് വളരെ അത്യാവശ്യമാണ്. ഓരോ പ്രായത്തിലും കഴിക്കേണ്ട ആവശ്യമുള്ള കാലറി, പ്രോട്ടീൻ അടങ്ങിയ ഭക്ഷണങ്ങൾ
കുട്ടി കഴിക്കണം. ആഹാരം ഒരു സമയത്തെ ആഹാരവും സ്കിപ്പ് ചെയ്യാൻ പാടില്ല. പ്രത്യേകിച്ച് സ്കൂളിൽ പോകുന്ന പല കുട്ടികളും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കില്ല, ലഞ്ച് കൊടുക്കുന്നത് കഴിച്ചുകൊണ്ട് വരില്ല. അങ്ങനെയുള്ള മീൽസ് സ്കിപ്പ് കഴിക്കാതിരിക്കുന്ന ഒരു പ്രവണത നല്ലതല്ല. അടുത്ത കാര്യം, കുട്ടികൾക്ക് കൊടുക്കുന്നത് ഒരു സമ്പൂർണ്ണ ആഹാരമായിരിക്കണം. ഈ ധാന്യങ്ങൾ കൂടുതലുള്ളത് മാത്രം പോരാ, പച്ചക്കറികളും പഴവർഗ്ഗങ്ങളും പിന്നീട് പ്രോട്ടീൻ കൂടുതലുള്ള പയറ് വർഗ്ഗങ്ങളും, നോൺ വെജിറ്റേറിയൻ കഴിക്കുന്ന കുട്ടികളാണെങ്കിൽ മുട്ട, മീൻ, ഇറച്ചി ഇതെല്ലാം തന്നെ ആഹാരത്തിൽ ഉൾപ്പെടുത്തണം. കുട്ടികൾക്ക് എപ്പോഴും നമ്മൾ 3 നേരം മെയിൻ ആഹാരവും 2 നേരം സ്നാക്സും കഴിക്കാനുള്ള അവസരം ഉണ്ടാക്കണം. തീർച്ചയായും ഡോക്ടർ, വളരെ സംസാരിക്കാനുള്ള ഒരു വിഷയമാണ്. പക്ഷേ സമയപരിമിതി ഉള്ളത് കൊണ്ട് മാത്രം ഞാൻ ഇടപെടുകയാണ്. കുട്ടികളിലെ പൊക്കക്കുറവും അതിനുള്ള പരിഹാര മാർഗ്ഗങ്ങളെ പറ്റിയുമാണ് ഹലോ ഡോക്ടർ ഇന്ന് സംസാരിച്ചത്. നമ്മുടെ സംശയങ്ങൾക്ക് മറുപടി നൽകിയത് തിരുവനന്തപുരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ പീഡിയാട്രിക്സ് വിഭാഗം പ്രൊഫസർ ഡോക്ടർ എസ് ബിന്ദുഷിയാണ്. വളരെയധികം നന്ദി ഡോക്ടർ. താങ്ക് യു. ഹലോ ഡോക്ടർ അവസാനിക്കുന്നു. നമസ്കാരം.